നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം ഇന്ന് 1.5 മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിൽ ഇന്ന് കൊട്ടിക്കലാശമാവുകയും ചെയ്യുകയാണ്. എന്നോടൊപ്പം MG രേണു കൂടിയുണ്ട്. അതായത് ഓരോ വോട്ടുകളും അവസാന മണിക്കൂറുകളിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിൽ. തീർച്ചയായും ഓട്ടപ്പാച്ചിലായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥികൾ. എന്തായാലും കൊട്ടിക്കലാശം പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥന്റെ മുന്നിലാണ്. കേരളത്തിൽ വോട്ടെണ്ണൽ തുടങ്ങിയാലല്ലേ ഏറ്റവും ആദ്യം ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തൃശ്ശൂരിലേതായിരിക്കും. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശത്തിന് ഞങ്ങൾ തൃശ്ശൂർ തന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും ആദ്യം ത്രികോണ മത്സരം നടക്കുന്ന ശക്തമായ മത്സരം, ആദ്യം പ്രചരണം തുടങ്ങിയ മത്സരം. തീർച്ചയായും അങ്ങനെ തന്നെ. അതായത് ആദ്യം കെ മുരളീധരൻ അല്ലായിരുന്നു, അതിനു മുമ്പേ TM പ്രതാപൻ തന്നെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ഒപ്പം തന്നെ ചർച്ച ചെയ്ത പല കാര്യങ്ങൾ, സർപ്രൈസുകൾ ഉണ്ടായ മണ്ഡലത്തിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഇത് മാത്രമല്ല, ഇതുപോലെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും സർപ്രൈസ് ഉള്ള ഏറ്റവും വീറുട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളും ചേരുന്നു. എന്തായാലും ആദ്യഘട്ടം നമ്മൾ കടന്നു കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലായിടത്തും ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കും. 6 മണി വരെ ഇല്ലേ? തീർച്ചയായും 6 മണി വരെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ള സമയം. അതിനു മുമ്പ് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം. അതിലേക്ക് Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. എന്തായാലും നമുക്ക് ആരംഭിക്കാം. ഓരോ മണ്ഡലങ്ങളുടെയും വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നിതിൻ എന്താ പറഞ്ഞു വന്നേ? അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയ സംഭവം നമ്മൾ ത്രികോണ മത്സരത്തെ കുറിച്ച് തന്നെയാണ്. നമ്മൾ തൃശ്ശൂർ നിൽക്കുമ്പോൾ കെ മുരളീധരൻ, സുരേഷ് ഗോപി, ഒപ്പം തന്നെ VS സുനിൽകുമാർ, ഈ 3 പേരിൽ സ്വന്തം സുനിൽകുമാർ, അത് തന്നെ. നമ്മൾ ഈ 3 പേരെ നോക്കുമ്പോൾ ആർക്കാണ് ഒരു മേൽക്കൈ നമുക്ക് പറയാൻ സാധിക്കില്ല. അസാധ്യമായ മണ്ഡലങ്ങളാണ് ഇക്കുറി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആവേശവും എന്ന് പറയാം. ഒരു പ്രവചനം ആർക്കും സാധ്യമാകാത്ത പല പോളുകൾ വരുന്നുണ്ട്, അവർ പ്രവചിക്കുന്നുണ്ട്. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ നോക്കിയാൽ അത് തന്നെയാണോ ഇതെന്ന് സംശയം തോന്നും. 10 പേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേര് ഒരാൾക്കൊപ്പം 3 പേര് അഭിപ്രായങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പോളുകളെ വിശ്വസിക്കും എന്ന ഒരു കാര്യം സംശയമാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തൃശ്ശൂരാണ്. വളരെ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ച മണ്ഡലമാണ്. ഒരു പ്രവചനം അസാധ്യമായ മണ്ഡലമാണ്. നമ്മൾക്ക് തൃശ്ശൂരിന്റെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ വരുന്നതിന് മുൻപ് തന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ഒളിപ്പിച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട്, വടകര. ഞാൻ വടകരയിൽ നിന്നാണ് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് ഇപ്പം MS അനീഷ് കുമാർ, അവിടുത്തെ വടകരയുടെ സ്വന്തം MS അനീഷ് കുമാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അനീഷിനോട് തന്നെ ചോദിക്കാല്ലേ വടകരയുടെ സാഹചര്യം. എന്തായാലും 6-7 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതിനകം ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടാകില്ല. MS, എങ്ങനെയുണ്ട് സാഹചര്യം? ഇന്ന് കൊട്ടിക്കലാശമാണ്. ഏറ്റവും വീറിട്ട കൊട്ടിക്കലാശം പ്രതീക്ഷിക്കുന്നത് വടകരയിലാണ്. ആ വലിയ ദൗത്യം ന്യൂസ് 18 ഏൽപ്പിച്ചിരിക്കുന്നത് MS-നെയാണ്. എവിടെയായിരിക്കും കൊട്ടിക്കലാശം? വലിയ സുരക്ഷ ഉണ്ട്. 3 പാർട്ടികൾക്ക് 3 ഇടങ്ങളിലൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി. യാതൊരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് ഉറപ്പാക്കാനുള്ള കമ്മീഷന്റെ നടപടികളുണ്ട്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, നിങ്ങൾ തൃശ്ശൂരുകാർക്കുടെ ഭാഷയിൽ പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞിരിക്കുന്നു, ന്യൂസ് 18 ഇലക്ഷൻ പൂരം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഇന്ന് യഥാർത്ഥ കൊട്ടിക്കലാശത്തിലേക്ക് അല്ലെങ്കിൽ പൂരത്തിലേക്ക് കേരളം കടക്കുന്ന നാൾ. കാരണം തൃശ്ശൂരിൽ മാത്രമാണ് പൂരമെങ്കിൽ ഇന്ന് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും 20 ഇടങ്ങളിൽ മാത്രമല്ല ചെറുപട്ടണങ്ങൾ, ചെറു പഞ്ചായത്തുകൾ എന്നിങ്ങനെ എല്ലായിടത്തും ഒരു പൂരം നടക്കുന്ന ദിവസം തന്നെയാണ്. എന്തായാലും ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ ആവേശവും ഉള്ളതായിരിക്കും ഇന്ന് വടകര മണ്ഡലത്തിൽ നടക്കുന്ന കൊട്ടിക്കലാശവും. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ 3 പേരും വിവിധ ഇടങ്ങളിൽ നിന്നായി അവരുടെ റോഡ് ഷോകളുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിനകം തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഈ യാത്രകളെല്ലാം ഇന്ന് തലശ്ശേരിയിലേക്ക് അവസാനിക്കുമെന്നാണ് സ്ഥാനാർത്ഥികൾ നൽകുന്ന വിവരം. കാരണം തലശ്ശേരി പട്ടണത്തിലാണ് ഈ കൊട്ടിക്കലാശം നടക്കുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു. 2 മണ്ഡലങ്ങൾ, കണ്ണൂർ നിയമസഭയിലെ 2 മണ്ഡലങ്ങൾ കൂടി ചേർന്നാണ് വടകര. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇന്ന് കൊട്ടിക്കലാശം നീക്കാൻ സ്ഥാനാർത്ഥികൾ
സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും, പ്രത്യേകിച്ചും 2 സ്ഥാനാർത്ഥികൾ ഉള്ളത്. കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ കൊടി ഉയർന്ന സമയം മുതൽ വലിയ വിവാദങ്ങളും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടുമൊക്കെ നിറഞ്ഞു നിന്ന തീർച്ചയായും പറഞ്ഞോളൂ അനീഷ്, തുടരാം. അത്തരത്തിൽ നിറഞ്ഞു നിന്ന ഒരു മണ്ഡലമാണ് വടകര. നമുക്കറിയാം തൃശ്ശൂരും വടകരയുമായി ചില ബന്ധവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം വടകരയുടെ സിറ്റിംഗ് എം പി ആണ് അവസാന നിമിഷം തൃശ്ശൂരിലേക്ക് നൽകുകയും പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ എന്ന അതികരുത്തനായ ജനകീയനായ സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് വിടുകയും ചെയ്തത്. CPM അവരുടെ കേരളത്തിലേക്കും ഏറ്റവും യോജ്യമായ ഏറ്റവും ജനകീയമായ മുഖത്തെ തന്നെയാണ് വടകരയിലേക്ക് ആദ്യം മത്സരത്തിന് അയച്ചത്. എന്തായാലും ഷാഫി പറമ്പിൽ ഈ വടകരയിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടി ഈ ശൈലജ ടീച്ചറിന്റെ ജനസമിതിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ആവേശം ആൾക്കൂട്ടമായി ആൾക്കൂട്ടം മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വടകരയിൽ കാണാൻ കഴിയുന്നത്. 2 സ്ഥാനാർത്ഥികളും, ഒരു സ്ഥാനാർത്ഥി 500 പേരെ ഇറക്കിയാൽ അടുത്ത സ്ഥാനാർത്ഥി 1000 പേരെ ഇറക്കും. 1000, 10,000 ലക്ഷങ്ങളായും ഒക്കെ മാറുന്ന മാജിക് നമ്മൾ വടകരയുടെ വിവിധ മണ്ഡലങ്ങളിലായി കണ്ടു. ജനക്കൂട്ടത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോകളും സ്ഥാനാർത്ഥി പര്യടനവും ഒക്കെയാണ് കണ്ടത്. എന്തായാലും 2 സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് പോരാടുന്ന ഒരു സ്ഥലം തന്നെ. അതുകൊണ്ട് തന്നെ സാധാരണ തെരഞ്ഞെടുപ്പ് ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ 1.5 മാസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ നമുക്ക് ഏകദേശം ഒരു സൂചനയൊക്കെ നൽകാൻ കഴിയും, പരിചയസമ്പന്നമുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് ഒരു പ്രവചനത്തിനും കഴിയാത്ത വിധം അത്രമേൽ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാവും വടകരയിൽ നിന്നും വരികയെന്ന് പറയാൻ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ആദ്യ ദിനം മുതൽ മറിയുന്ന അവസാനം നിയമയുദ്ധത്തിലേക്ക് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളും കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യം ആൾക്കൂട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം. കാരണം ശൈലജ ടീച്ചർ വടകരയിലേക്ക് എത്തിയപ്പോൾ വലിയ ജനക്കൂട്ടം അവരെ സ്വീകരിക്കാനെത്തി. എന്നാൽ പിന്നീടാണ് ഷാഫി പറമ്പിൽ രാജകീയമായ ഒരു എൻട്രി വടകരയിലേക്ക് നടത്തുന്നത്. മണിക്കൂറുകളോളം വടകര പട്ടണം ബ്ലോക്കാവുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങി. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് അതിനേക്കാൾ ആളിറക്കിയാണ് ശൈലജ ടീച്ചറുടെ ക്യാമ്പ് ഇതിന് തിരിച്ചടി നൽകിയത്. പിന്നീട് ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, നൈറ്റ് മാർച്ചുകൾ ഏതാണ്ട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നടന്നു. 2 പാർട്ടികളുടെയും നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചുകൾ നടന്നു. അതിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ മെഴുകുതിരിയും LED ലൈറ്റുകളും ഒക്കെയായി അണിനിരന്ന് വലിയ ആവേശമായ ഒരു പ്രകടനം തന്നെയാണ് ഇവിടെ നടത്തിയത്. ഇതിനുശേഷമാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് മണ്ഡലം പിന്നീട് മാറിയത്. അത് കേവലം വടകരയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ, ഏറ്റവും പ്രമുഖയായ വനിതാ നേതാക്കളിൽ ഒരാളായ KK ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം എതിരാളികൾ നടത്തുന്നു എന്ന ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. ഒരു പടി കൂടി കടന്ന് ഈ ഷാഫിയുടെ അറിവോടും സമ്മതത്തോടു കൂടിയുമാണ് ഇത്തരമൊരു സൈബർ ആക്രമണം നടന്നത് എന്ന ടീച്ചറുടെ വാക്കുകൾ ടീച്ചർ തൊണ്ടയിട്ട് നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ വലിയ ചർച്ചയായി മാറുകയും സോഷ്യൽ മീഡിയയിലും മണ്ഡലത്തിലുടനീളവും വലിയ ചർച്ചയായി ഇത് മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് ടീച്ചർ ശരി MS, നമുക്ക് അടുത്ത ആളുകളിലേക്ക് കൂടിയൊക്കെ പോകണം. എന്തായാലും വടകരയുടെ വീറും വാശിയും അങ്ങേ അറ്റമാണ്. ഇത് കഴിഞ്ഞാൽ പോലും നിയമ പോരാട്ടം തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇന്ന് കൊട്ടിക്കലാശം, വോട്ടെടുപ്പ് 26. അനീഷ് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം വടകര മാത്രമല്ല, നമുക്ക് കോഴിക്കോടിന്റെ ജനമനസ്സറിയുകയും വേണം. ഒപ്പം തന്നെ കോഴിക്കോട് എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തിൽ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും തുടർച്ചയാണോ അതോ കരീമിക്കയ്ക്ക് പുതിയ എൻട്രി ആണോ, എന്താണ്, എന്ത് അട്ടിമറിയാണ്? MTയും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ. എന്ത് അട്ടിമറിയാണ് അവിടെ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചോളൂ. തീർച്ചയായും അനീഷ്, എങ്ങനെയാണ് കോഴിക്കോട് ഒരു സാധ്യത? കാരണം നമുക്കറിയാം കാലങ്ങളായി അവിടെ MK രാഘവൻ വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഇത്തവണ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണി അവിടെ കരീമിക്ക എന്ന പേരിൽ തന്നെ ചുവരെഴുത്തുകൾ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി ഇറക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ MT രമേശ് അവിടെ രംഗത്തുണ്ട് താനും ചെയ്യും. ഇത്തവണ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഒപ്പം തന്നെ അവിടുത്തെ ഒരു പ്രചരണം അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് കൗതുകമുള്ള രാഷ്ട്രീയമാണ് കോഴിക്കോട്ടേത്. കാരണം നമുക്കറിയാം നിയമസഭാ മണ്ഡലങ്ങളിലായാലും കോഴിക്കോട് കോർപ്പറേഷൻ ആയാലും ഒക്കെ സിംഹഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും തവണകളായി ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വിജയം എന്നതൊരു ബാലികേറാമലയായി CPMന് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ആദ്യ തെരഞ്ഞെടുപ്പിൽ നിസാര വോട്ടുകൾക്കാണ് വിജയിച്ചെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ക്രമാനുഗതമായി MK രാഘവൻ വോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് എത്തിയ ആളാണെങ്കിലും രാഘവേട്ടൻ എന്ന പേരിലൂടെ നാട്ടുകാർ
തൃശ്ശൂരുകാർക്ക് ചിരപരിചിതനാണ്. ഏത് തരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങളുണ്ടായാലും ചെറിയ ക്ലബ്ബുകളുടെയും ചെറിയ കുടുംബ കൂട്ടായ്മകളുടെയും പോലും ചടങ്ങുകൾ സംഘടിപ്പിച്ചാൽ അവിടേക്ക് കൃത്യമായി എത്തുന്ന ഒരാളാണ് രാഘവേട്ടൻ എന്ന MK രാഘവൻ. അതുകൊണ്ട് തന്നെയാണ് CPM-ന് ഇതൊരു ബാലികേറാമലയായി തുടരുന്നത്. പക്ഷേ സംഘടനാ സംവിധാനം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒപ്പം CPM-ന് ഇപ്പോൾ കോഴിക്കോട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് എളമരം കരീം. അദ്ദേഹം തൊഴിലാളി യൂണിയൻ നേതാവായിരിക്കെ മുതൽ കോഴിക്കോടിൻ്റെ സമസ്ത മേഖലകളിലും കൃത്യമായി ഇടപെട്ട ആളാണ്. വ്യവസായ മന്ത്രി എന്ന രീതിയിൽ കോഴിക്കോടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹമെന്ന് CPM അവകാശപ്പെടുന്നു. ഒപ്പം ദേശീയ പൗരത്വ നിയമം അടക്കമുള്ള കാശ്മീർ പോലെയുള്ള വിഷയങ്ങളിൽ രാജ്യസഭയിൽ സജീവമായി ഇടപെട്ട ഒരാളാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ആയാണ് ഇപ്പോഴും അവർ വോട്ട് പിടിക്കുന്നത്. എന്തായാലും 2 MP-മാർ തമ്മിലുള്ള പോരാട്ടം, വടകരയിൽ 2 MLA-മാർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ 2 MP-മാർ തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് നടക്കുക. ഏറ്റവും ശ്രദ്ധേയമായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ മറ്റു വിഷയങ്ങൾക്കപ്പുറം വിവാദ വിഷയങ്ങളിലേക്കൊന്നും കാര്യമായി പോകാത്ത ഒരു മണ്ഡലമാണ്. 2 വളരെ മുതിർന്ന പരിചയസമ്പന്നരായ 2 സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ദേശീയ പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായി വോട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനും കാര്യമായി വോട്ടുള്ള ഇടമാണ്. അതുകൊണ്ട് ദേശീയ പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങളാണ് കൂടുതലായി ഈ മണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരികയും ചെയ്ത്. ഒപ്പം ഈ മുസ്ലിം ലീഗിനുള്ളിലെ അല്ലെങ്കിൽ സമസ്ത ലീഗ് പ്രശ്നം ഈ മുസ്ലിം വിഭാഗവും CPM-മായി അടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ തുടരുകയാണ്. ദേശീയ പൗരത്വ നിയമമായാലും കാശ്മീരായാലും പൊതുവ്യക്തി നിയമമായാലും ഇത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും സെമിനാറുകളും മറ്റ് ബഹുജന സംഗമങ്ങളും ഒക്കെ നടത്തും. ഒപ്പം തന്നെ വടകരയിൽ നിന്നും MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും. നമുക്കറിയാം കോഴിക്കോട് 2 MP-മാർ തമ്മിലുള്ള പോരാട്ടം, വടകരയിലേക്ക് വരുമ്പോൾ 2 MLA-മാർ തമ്മിലുള്ള പോരാട്ടം, അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള 2 സ്ഥലങ്ങളിലും പോരാട്ടം നടക്കുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്. എന്തായാലും എങ്കിലും കോഴിക്കോട്ടേക്കാൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് വടകര തന്നെ എന്ന് പറയുന്നത് വെച്ചാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത് വടകരയാണ്. വടകര വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം രേണുക അവിടെ പോവുകയും ചെയ്തായിരുന്നല്ലോ. ഒപ്പം തന്നെ ഷാഫി പറമ്പിലുമായും KK ശൈലജയും ഒക്കെ ആയി തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ അതിനെക്കുറിച്ച് അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഒരു പൾസ് എങ്ങനെയാണ്? ഈ രീതിയിൽ ജനങ്ങൾ എങ്ങനെ ജനപ്രതിനിധികളെ ഇങ്ങനെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്ന് കാണണമെങ്കിൽ വടകരയിലേക്ക് പോകേണ്ടി വരും. ടീച്ചർ ചെല്ലുന്നിടത്ത് വലിയ ജനസഞ്ചയം, അവർ ടീച്ചർക്കൊപ്പം സെൽഫി എടുക്കാനും ടീച്ചറുടെ കൈ പിടിക്കാനും ഒക്കെ ഇങ്ങനെ തിങ്ങിക്കൂടുന്നത് നമുക്ക് കാണാം. അതേപോലെ അപ്പോൾ നമ്മൾ വിചാരിക്കും ടീച്ചർക്കാണ് ഇവിടെ സാധ്യത, വടകര ടീച്ചർക്കുള്ളതാണോ എന്ന് തോന്നും. അതിനുശേഷം ഷാഫിയുടെ പ്രചരണ ഇടത്തിലേക്ക് പോയാൽ അതിലും വലിയ ജനസഞ്ചയം. ഈ ജനങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണല്ലേ വടകരയിൽ. എന്തായാലും പ്രവചനം സാധ്യമല്ലാത്ത ഇടമാണ് വടകര. എന്തായാലും വടകരയും കോഴിക്കോടും ഭാരിച്ച ഉത്തരവാദിത്തമാണ് MS-ന് നിന്നുള്ളത്. 2 മണ്ഡലങ്ങളിലെയും ഓരോ ചലനങ്ങളും പ്രേക്ഷകരെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം MS-നാണ്. നമുക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി പോകണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. മറ്റു നിലയ്ക്ക് പറഞ്ഞു 1.5 മാസം നീണ്ട പ്രചാരണത്തിനാണ് ഇന്ന് അവസാനമാകുന്നത്. പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾ, 13 സംസ്ഥാനങ്ങളിൽ, അതായത് അതിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ്. ഇനി അങ്ങോട്ട് റോഡ് ഷോയുടെ സമയമായിരിക്കും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത അറിയോ? പോപ്പപ്പുകളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നിറങ്ങളിലുള്ള വലിയ പോപ്പപ്പുകൾ ഇങ്ങനെ ആകാശത്ത് പറന്ന്. അതെ, അതായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. ആ പോപ്പപ്പ്, പിന്നെ വാദ്യമേളവും മൊത്തം വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളോടെ ആയിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും അവരുടെ കലാശക്കൊട്ടിന് തയ്യാറെടുക്കുക. നമ്മളിപ്പോ നിൽക്കുന്ന ഒരാഴ്ച മുമ്പ് മറ്റൊരു പൂരം നടന്നതിന് ശേഷമാണ് ഇവിടെ മറ്റൊരു പൂരം കൂടി ഇന്ന് നടക്കാൻ പോവുകയാണ്. കലാശക്കൊട്ട് ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. പൂരം നമുക്കറിയാം ലോക പ്രശസ്തമാണ്. പക്ഷെ ഇക്കുറി പൂരത്തിന് ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വിധി നിർണ്ണയിക്കുന്ന ഘടകമാകുമെന്ന് പോലും സ്ഥാനാർത്ഥികൾ സംശയിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ പൂരത്തിന്റെ കുറവ് കൂടി തൃശ്ശൂരുകാർ ഇത് തീർക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം 3 സ്ഥാനാർത്ഥികളുടെയും ഒപ്പം തന്നെ അവരുടെ പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഒരു വലിയ പ്രതികരണം നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ ആവേശത്തിന്റെ അവരുള്ളത്. ഇവിടെയാണ് നമ്മളിവിടെ ഇവിടെ LDF-ന്റെ കൊട്ടിക്കലാശമാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ UDF-ന്റെ പ്രചാരണം നടക്കും. ഒരു പക്ഷേ UDF
ചാവക്കാടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ TN പ്രതാപൻ അവിടെ അവസാനിപ്പിച്ചു, വമ്പൻ വിജയം നേടി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അത് മാത്രമല്ല ഇത്തവണ രാഹുൽ ഗാന്ധി ചാവക്കാടേക്ക് എത്തുമെന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചാവക്കാടെ ആ പരിപാടി മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആവേശം നിറയ്ക്കുന്നതിന് വേണ്ടി അവിടെ വെച്ച് തന്നെ കുട്ടിക്കലാശം നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി UDF കടന്നേക്കാം. കാരണം കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കെ മുരളീധരൻ അവിടെ തന്നെ കുട്ടിക്കലാശത്തിന് അവസാനിപ്പിക്കാൻ എന്തായാലും അല്പം മാറി അവിടെ NDAയുടെ കൊട്ടിക്കലാശവും നടക്കും. എന്തായാലും കർശന സുരക്ഷയാണ്. പക്ഷേ പോലീസിന് ഒരു പരിധി കഴിഞ്ഞ് ഇവിടെ സുരക്ഷ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നും അറിയില്ല. എന്തായാലും പോലീസിനോട് അല്പം ദേഷ്യത്തിലാണ് തൃശ്ശൂർകാർ അവരുടെ പൂരം കൊളമാക്കിയത്. എന്തായാലും നമുക്ക് തൃശ്ശൂർ വിശേഷത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒന്ന് എറണാകുളത്തേക്ക് അതെ ഡാനിപ്പോൾ അവിടെ തയ്യാറാണ്. അവിടെ ഹൈബി ഭൂരിപക്ഷം എങ്ങനെ കൂട്ടും എന്നതാണ് ഹൈബി പറയുന്നത്. ഓരോ തവണ കാണുമ്പോഴും ഹൈബി പറയുന്നത് ഭൂരിപക്ഷം ഇരട്ടിയാക്കുക, അതിനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. വേറെ മറ്റൊന്നും ഹൈബിയുടെ ചിന്തയല്ല. പക്ഷേ ഇത്തവണ ഇടതു മുന്നണി മുന്നിട്ട് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി KJ ഷൈൻ, അതായത് അവരൊരു ഫയർ ബ്രാൻഡ് തന്നെയാണ് CPM-നെ സംബന്ധിച്ച്. അവരെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. വലിയ രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഹൈബിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി അല്ല എങ്കിൽ പോലും തന്നെ വോട്ട് വിഹിതത്തിലൊക്കെ തന്നെ വലിയ മാറ്റം സംഭവിക്കാൻ പറ്റും. എന്ത് സംഭവിക്കും അവിടെ എന്നത് നമുക്ക് കാണുക. ഒപ്പം കെ രാധാകൃഷ്ണൻ എന്തായാലും ശക്തമായ മത്സരം തന്നെ. പ്രചാരണത്തിന് ഒരുപാട് സമയം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായാലും 1.5 മാസത്തോളം പരസ്യ പ്രചരണത്തിന് ചെലവഴിച്ചു. എന്നാലും ഇപ്പോൾ കാണുമ്പോൾ അയ്യോ പെട്ടെന്ന് പോയി ആ ദിവസങ്ങൾ. നമുക്ക് പോലും ഫീൽ ചെയ്യുകയാണ് പെട്ടെന്ന് ആ ദിവസങ്ങൾ കടന്നുപോയി എന്ന്. എന്തായാലും ഡാനിപ്പോൾ അവിടെ തയ്യാറായി നിൽക്കുന്നു. ഡാനി, എങ്ങനെയുണ്ട് എറണാകുളത്ത്? ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ എത്രമാത്രം ആവേശത്തിലാണ് ഈ 3 സ്ഥാനാർത്ഥികളെയും വിടാതെ പിന്തുടർന്ന് ഫോളോ ചെയ്ത ഡാനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളും സാധ്യതകളും എങ്ങനെയാണ് പങ്കുവെക്കാനാവുക? എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ തന്നെ UDF-ന് ഒരു അപ്രമാദിത്വമുള്ളൊരു മണ്ഡലമാണ് എറണാകുളം എന്ന് പറയുന്നത്. എങ്കിലും ഇടയ്ക്കെങ്കിലും അവിടേക്ക് അത്ഭുതം സൃഷ്ടിക്കാനായിട്ട് കടന്നു വരാനായിട്ട് ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ എല്ലാം തന്നെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുള്ളൊരിടം കൂടിയാണ്. അതുകൊണ്ട് അത്തരമൊരു കരുതലും ആ രീതിയിലുള്ള ഒരു കരുതൽ UDF എടുത്തിട്ടുണ്ട്. അത് ഏത് സമയത്തായാലും ഒരു സ്ഥാനാർത്ഥിയെയും അല്ലെങ്കിൽ ഒരു മുന്നണിയും തന്നെ ദുർബലമായി കാണാതെ തന്നെയുള്ള ഒരു മുന്നോട്ട് പോകുന്ന പ്രതിരോധവും എല്ലാം തന്നെയാണ് UDF തീർത്തിരിക്കുന്നത്. അത് പ്രചാരണത്തിലുടനീളം കാണാമായിരുന്നു. മറ്റ് മണ്ഡലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും വടകരയാണെങ്കിലും മറ്റിടങ്ങളിലും എല്ലാം തന്നെ വളരെ ഇഞ്ചോടിഞ്ചെന്ന രീതിയിലെ പ്രചാരണ പരിപാടികൾ നടക്കുമ്പോൾ എറണാകുളത്തേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രചാരണ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒന്നും നമുക്ക് പൊടുന്നതിന് ദൃശ്യമായിരുന്നിരിക്കില്ല. പക്ഷേ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രചാരണ പരിപാടികൾ വളരെ സജീവമാക്കി പോകുന്ന ആ രീതിയിലുള്ളൊരു തന്ത്രങ്ങൾക്കാണ് ഇത്തവണ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ UDF-ഉം എല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നാണ് ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം ഓരോ വീടുകളിലേക്കും പ്രവർത്തകരെത്തുക, അതും കൂടുതൽ തവണ പ്രവർത്തകരെത്തുക എന്നത് തന്നെയായിരുന്നു അത് ലക്ഷ്യമിട്ടിരുന്നത്. എന്താണ് തങ്ങൾക്ക് പറയുവാനുള്ളത് എന്നത് വീടുകളിൽ കയറി ചെന്ന് വിശദീകരിക്കാനുള്ള ഒരിടം ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ 1.5 മാസത്തോളം കിട്ടിയ വലിയൊരു സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ലഘുലേഖകളായാലും മറ്റ് നോട്ടീസുകളായാലും എല്ലാം വളരെ കൃത്യമായിട്ട് ചെന്ന് ബ്രീഫ് ചെയ്യും. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നത് കൃത്യമായി വിശദീകരിക്കാൻ UDF-നും LDF-നും അതോടൊപ്പം തന്നെ NDA-ക്കും എല്ലാം അത് തന്നെയാണ് എറണാകുളത്തെ ഒരു സാധ്യതകൾ ഡാനിപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും എറണാകുളത്തെയും ഒപ്പം തന്നെ ചാലക്കുടിയിലെയും വിശേഷങ്ങളുമായി നമുക്ക് വരും മണിക്കൂറിൽ വരാം. നമുക്കിനി നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. തിരുവനന്തപുരത്തും ഇതേ രീതിയിൽ തന്നെ ഒരു ത്രികോണ പോരാട്ടം. ആദ്യം നമ്മൾ വിചാരിച്ചു ഒരു LDF-ഉം ഒപ്പം തന്നെ UDF-ഉം തമ്മിലുള്ള പോരാട്ടമായിരിക്കുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവോടുകൂടി അവിടെയും ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറുകയും ചെയ്തു. ശശി തരൂരിന് 4ാം ടേം കൊടുക്കുമോ? 1 ലക്ഷം ഭൂരിപക്ഷം എന്ന തരൂരിന്റെ ആഗ്രഹം സാധ്യമാവും. കഴിഞ്ഞ തവണ 1 ലക്ഷം കടന്നു എങ്കിൽ പോലും പിന്നീട് കണക്കെടുപ്പിന് ശേഷം 12 വോട്ടുകളുടെ കുറവുണ്ടായിരുന്നു. അപ്പോ 1 ലക്ഷം എന്ന തരൂരിന്റെ അത് പക്ഷേ ഇത്തവണ ഭയങ്കര ടൈറ്റ് ആയിരിക്കും മിഥുൻ. എന്തായാലും നമുക്ക് അവിടെ VV വിനോദ് ഉണ്ട്. വിനോദ്, വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയമാണ് കടന്നുപോയത്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ മത്സരം, എല്ലാവരുടെയും സ്വന്തമായ
പദ്യൻ ചേട്ടൻ, ഒപ്പം തന്നെ ഈ രണ്ട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന വിശ്വപൗരനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയൊക്കെയായ രാജീവ് ചന്ദ്രശേഖരൻ തമ്മിലുള്ള വലിയ പ്രചാരണത്തിൽ പോലും ഒട്ടും വീഴ്ച വരുത്താതെ രണ്ടുപേരും ഒരേപോലെ നിന്നു എന്നതാണ്. എന്തൊക്കെയാണ് സാധ്യത? എവിടെയാണ് കൊട്ടിക്കലാശം? പേരുൾക്കട തന്നെ ആയിരിക്കും കൊട്ടിക്കലാശം. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? റാലികൾ, അങ്ങനെയൊക്കെയുള്ള പാർട്ടികളുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഈ അവസാന ദിവസം? രേണുക, മിഥുൻ, വലിയ കണക്കുകൂട്ടലിലാണ് മുന്നണികളെല്ലാം തന്നെ. വിജയം എല്ലാവരും ഉറപ്പിക്കുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങളും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ശശി തരൂർ ഹാട്രിക് വിജയം നേടിയ സ്ഥലമാണ്. 3 തവണയായി അദ്ദേഹം തിരഞ്ഞെടുപ്പ് വിജയം നേടുന്നുണ്ട്. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ 2009 അതോടൊപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും 1 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം. 2014 അത് 14,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. അന്ന് BJP ആണ് 2ാം സ്ഥാനത്തെത്തിയത്. തീവാറുന്ന പോരാട്ടമായിരുന്നു. രാജഗോപാൽ അന്ന് തിരുവനന്തപുരം പാർലമെന്റിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേമം, പാറശാല, കോവളം ഈ 3 മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം കൊണ്ടായിരുന്നു 2014 ശശി തരൂരിന് അന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. ആ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പോൾ BJP ആഗ്രഹിക്കുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ അന്ന് നേടിയ തരത്തിൽ തന്നെ വോട്ടുകൾ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം സുപരിചിതനല്ല. അതിലൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തതാണ്, നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് കുട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ട് തന്നെയാണ്? കാരണം അവർ ചില ആക്രമക സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് അല്ലേ? തീർച്ചയായും അതിലേക്ക് വരാം. മിഥുൻ, നമ്മൾ പറഞ്ഞു വന്നത് നേരത്തെയുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യമുണ്ട്. അവിടെ ഏറ്റവും ശക്തിദുർഗമായ പ്രദേശങ്ങളിൽ BJPയുടെ പ്രചരണം എന്നതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നത് മുതൽ തന്നെ തീരദേശത്തേക്ക് പോവുകയാണ്. അവിടെയാണ് വോട്ട് കിട്ടാൻ പ്രയാസമുള്ള സ്ഥലം BJP സംബന്ധിച്ച്. പക്ഷേ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തീരദേശത്ത് നടത്തുന്നു. പൊഴിയൂർ ഉൾപ്പെടെ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ BJPക്ക് വേണ്ടിയുള്ള കൺവെൻഷനുകൾ നടക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. അവിടെയാണ് LDF വലിയ പ്രതീക്ഷയും സാധ്യതയുമായി പന്ന്യൻ രവീന്ദ്രനെ ഉയർത്തിക്കാട്ടുന്നത്. കാരണം 2 പളവളപ്പുള്ള സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രചരണം, പണമൊഴുക്കിയുള്ള പ്രചരണം, അവിടെയാണ് എളിമയുടെ മുഖമായ, ലാളിത്യത്തിന്റെ മുഖമായ, ഉത്തമനായ കമ്മ്യൂണിസ്റ്റായ പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹം നേരത്തെ തിരുവനന്തപുരത്ത് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ ജനങ്ങൾ പിന്തുണയ്ക്കും. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തിന്റെ പിന്തുണ ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആ തരത്തിലാണ് ഈ മുന്നണികളുടെ പ്രതീക്ഷകളും സാധ്യതകളും. മൂവരും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി മിഥുൻ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മറ്റ് ക്രമീകരണങ്ങൾ നമുക്കറിയാം. കൊട്ടിക്കലാശമാണിന്ന് 6 മണി വരെയാണ്. അതിനു മുൻപ് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ തന്നെ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, പല ഇടങ്ങളിലുമുണ്ട്. എങ്കിൽ തന്നെയും തിരുവനന്തപുരത്ത് കളക്ടർ ആ ഒരു നടപടിയിലേക്ക് പോയിട്ടുണ്ട്. സംഘം ചേരുന്നതും ആ തരത്തിൽ 6 മണിക്ക് ശേഷമുള്ള രാഷ്ട്രീയ പരിപാടികളോ ഒത്തുചേരലുകളോ മദ്യം, അതോടൊപ്പം തന്നെ പണം, ഇതിൻ്റെ വിതരണം, ഇതെല്ലാം തന്നെ പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. മദ്യ നിരോധനമാണ് വൈകിട്ട് 6 മണി മുതൽ. അതിനുശേഷം കർശനമായ നിരീക്ഷണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന്, പോലീസിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകും. ആ തരത്തിൽ ശരി, വ്യക്തമാണ് വിനോദ്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയുണ്ട് അവിടെ തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് ആകെ തന്നെ നമുക്കത് കാണാം. ഇപ്പോൾ കണ്ണൂരിൽ 2 ഇടങ്ങളിൽ കൊട്ടിക്കലാശം തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാകണം എന്നതാണ് ഈ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ പ്രധാന കാര്യം. അതിന് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും എല്ലാം തന്നെ സഹകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സുന്ദരിത്തട്ടുകടെ സ്വാഗതം. നമുക്ക് ആലപ്പുഴയിലേക്ക് പോകുമ്പോ ഇന്ന് അമിത്ഷാ ഉണ്ട് അവിടെ. അമിത്ഷാ മാത്രമല്ല, ഒപ്പം തന്നെ 2019 ഏക ആശ്വാസം ഉണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ആ ഒരു തരി മാത്രം ഉണ്ടായിരുന്ന മണ്ഡലം കൂടിയാണെന്ന് ആലോചിക്കണം. നമുക്ക് അമിത്ഷാ ഇന്ന് അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് കൊട്ടിക്കലാശം കളർഫുൾ ആക്കാൻ വേണ്ടി ഒരു കൂട്ടം ദേശീയ നേതാക്കൾ എത്തുന്നുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധിയുണ്ട്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അമിത്ഷാ, ശോഭാ സുരേന്ദ്രന് വേണ്ടി വരുന്നു. ഇന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വരുന്നുണ്ട്. സമുദായ നേതാക്കളുമായുള്ള ചില കൂടിക്കാഴ്ചകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്.
രണ്ട് സംസ്ഥാനത്ത് ആലപ്പുഴയിലേക്ക് അണ്ണാമലയുണ്ട്, പോകാം. അണ്ണാമലയുണ്ട് അണ്ണാമലയുണ്ട്. വയനാട്. അതെ, എൻ ഡി എക്ക് വേണ്ടി അണ്ണാമല എത്തുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കൃഷ്ണകുമാറിന് വേണ്ടിയൊക്കെ അണ്ണാമല എത്തിയിരുന്നു. എന്തായാലും അവിടെ ശരണ്യ സ്നേഹജൻ തയ്യാറാണ്. ശരണ്യ, ഏറ്റവും ഒടുവിൽ ഇന്നലെ ദല്ലാലിന്റെ ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ, അതിന് മറുപടിയുമായി ശോഭ എത്തുന്ന സാഹചര്യവും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഏറ്റവും അവസാന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികൾ എവിടെയാണ് ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം രണ്ടാൾക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും ആലപ്പുഴ വലിയ ഊർജ്ജത്തിലാണ്. കാരണം കുറെ നാളുകൾക്ക് ശേഷം വലിയൊരു ആവേശ പോരാട്ടത്തിന് ആലപ്പുഴ വേദിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും നമുക്കറിയാം, ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് മറ്റിടങ്ങളെ പോലെ ആലപ്പുഴയും നീങ്ങാൻ. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമിത്ഷാ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് NDAയുടെ ഈ കലാശക്കൊട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അവസാന മണിക്കൂറുകളുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹം കാർമൽ ഗ്രൗണ്ടിലെത്തി BJP പ്രവർത്തകരെ 11 മണിയോടുകൂടി അഭിസംബോധന ചെയ്യും. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോവും. വൈകിട്ടത്തെ കലാശക്കൊട്ടിന് അദ്ദേഹം ഉണ്ടായിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിൽ പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുവരാനും വലിയൊരു ആവേശമായി കലാശക്കൊട്ടിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് ഈ അമിത്ഷായുടെ പരിപാടി ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒരു വലിയ ഒഴുക്ക് പ്രവർത്തകരുടേതായി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. എന്തായാലും നമുക്ക് ആദ്യഘട്ടം മുതൽ തന്നെ രേണുകയും ഇതിനും സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ വളരെയധികം ട്വിസ്റ്റുകളുള്ള ഒരു മണ്ഡലമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ നല്ലൊരു തരി എന്ന് പറഞ്ഞുകൊണ്ട് AM ആരിഫ് ആദ്യഘട്ടത്തിൽ LDFന് ഒരു സംശയവുമില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോവുകയും വലിയ രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോഴും ആരാണ് UDF സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയ സസ്പെൻസ് ആയിരുന്നു. ഒടുവിൽ ആലപ്പുഴക്കാരുടെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ആലപ്പുഴ നഗരവും ഒക്കെ അടങ്ങുന്ന ഭാഗത്തെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. KC വേണുഗോപാലിന്റെ മടങ്ങിവരവായിരുന്നു. ശോഭാ സുരേന്ദ്രൻ കൂടി വന്നതോടുകൂടി ഒരു തീപ്പൊരി ഇലക്ഷനിലേക്ക് ആലപ്പുഴ നീങ്ങുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ വാദപ്രതിവാദങ്ങൾ, കരിമണൽ അടക്കമുള്ള വിഷയങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ. ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മാനനഷ്ട കേസുമായി കോടതിയെ സമീപിക്കുന്നു. അതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നമ്മളോട് വെള്ളാപ്പള്ളി നടേശന്റെ വെളിപ്പെടുത്തൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ SNDP എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞെട്ടിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ NDAയിലേക്ക് ചായുന്നു എന്നുള്ള എല്ലാ സൂചനകളും നൽകിക്കൊണ്ട് നമുക്ക് നൽകിയ ഇന്റർവ്യൂ. അതും കഴിഞ്ഞ് ഇപ്പോൾ വരികയാണെങ്കിൽ ദല്ലാൽ നന്ദകുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം, അതിനകത്ത് പറഞ്ഞ 10 ലക്ഷം രൂപയുടെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട ശോഭയുമായുള്ള പ്രശ്നം, അതിന് മറുപടിയായി ശോഭ ആലപ്പുഴയിൽ നിന്ന് പൊട്ടിച്ച വെടി, അത് അവർ പറഞ്ഞത് ഒരു CPMന്റെ കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാവുമായി വന്ന BJPയിൽ ചേരുന്നതിന് വേണ്ടി മുതിർന്ന നേതാവിനെ കൊണ്ടുവരാൻ വന്ന ആ വരവാണ് ദല്ലാൽ നന്ദകുമാറും താനുമായുള്ള പരിചയത്തിലേക്ക് എത്തിയതെന്നും ആ നേതാവ് തൃശ്ശൂരിൽ രാമനിലയത്തിലും ഡൽഹിയിലും BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതായത് കണ്ണൂരിലെ സുപ്രധാനമായ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ CPM കോളങ്ങൾ, തനിക്കെതിരെയുള്ള പ്രചരണത്തിന് പിന്നിൽ CPM ആണെന്നും പരാജയ ഭീതിയാണെന്നും ഒക്കെയുള്ള തുറന്നടിക്കൽ, വാക്പോരുകൾ, എല്ലാത്തിനും ഒടുവിലാണ് ആലപ്പുഴ ഇപ്പോൾ കലാശക്കൊട്ടിലേക്ക് കടക്കാൻ പോകുന്നത്. ആലപ്പുഴ എന്തായാലും കഴിഞ്ഞ തവണകളിലെ പോലെ തന്നെയാണ് ഇത്തവണയും കലാശക്കൊട്ടിനുള്ള വേദി തീരുമാനിച്ചിരിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ, അതായത് സക്രിയ ബസാറും വട്ടപ്പള്ളിയും അടക്കമുള്ള ഭാഗങ്ങളാണ് ഇത്തവണ ഇടത് വലത് മുന്നണികൾ പതിവ് പോലെ തന്നെ കലാശക്കൊട്ടിലേക്ക്. ശരണ്യാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും 1.5 മാസത്തെ പ്രചാരണം എന്ന് പറയുമ്പോൾ CPMനെ സംബന്ധിച്ച് അത് ഏതാണ്ട് 2 മാസത്തോളമാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയത് ഇടതുപക്ഷമാണ്. അവർക്ക് ഏതാണ്ട് 2 മാസത്തോളമാകുന്നു പ്രചാരണം. അതിന്റെ ഒക്കെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന കലാശക്കൊട്ടാണ് നമ്മൾ വരും മണിക്കൂറുകളിൽ കാത്തിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ഒക്കെ ആരംഭിക്കാൻ നമുക്കറിയാം. ഇവിടെ പ്രചാരണ വാഹനങ്ങളൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നു തൃശ്ശൂരിൽ. ആലപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ എന്റെ മണ്ഡലമാണ്. വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എങ്കിൽ പോലും തന്നെ പോസ്റ്റ് വോട്ട് ചെയ്യാനുള്ള കാരണം അതിനു മുമ്പ് എന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ആ വാർത്തകളിലേക്കൊക്കെ തന്നെ വരികയും ചെയ്യാം എന്ന് കരുതുകയും ചെയ്യുന്നു. നമുക്കൊരു ഇടവേള വീണ്ടും അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ, പെറ്റ
വീണ്ടും സ്വാഗതം. എന്തായാലും നമുക്ക് ഇനി പോകേണ്ടത് പാലക്കാടേക്കാണ്. പാലക്കാട്ടേക്ക് എന്ന് പറഞ്ഞപ്പോ മിഥുനും ഞാൻ ഒരേ സ്വരത്തിൽ ചൂടിനെ കുറിച്ച് സംസാരിച്ചു. ഇവിടെ ഇപ്പോ 7:45 ആകുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ വിയർത്തൊലിക്കാണ്. അപ്പോൾ പാലക്കാട് സ്ഥിതിവിശേഷം എന്തായിരിക്കും? ഞങ്ങൾ മറ്റേ വോട്ടോട്ടം പരിപാടിയുമായിട്ട് പാലക്കാട് ജില്ലയിൽ പോയിരുന്നു. അൺസൈക്കബിൾ. എങ്ങനെയും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ആ ചൂടിലാണ് ഈ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 2 മാസക്കാലം, 1.5 മാസം മറ്റ് സ്ഥാനാർത്ഥികളും ഏതാണ്ട് 2 മാസത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഓൾറെഡി അവിടെ പണി തുടങ്ങിയിരുന്നു. അതെ, നമുക്ക് എന്തായാലും പാലക്കാട്ടേക്ക് പോകാം. വിനേഷ് കുമാർ അവിടെ തയ്യാറാണ്. വിനേഷ്, ഭയങ്കര ചൂടാണ് ഇവിടെ. തൃശ്ശൂർ പോലും നിൽക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ കാലാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഇന്ന് കൊട്ടിക്കലാശം എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ അവസാന മണിക്കൂറുകൾ ചെലവഴിക്കുക? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ? രേണുക, ഇന്ന് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രചാരണം. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നഗരത്തിനു പുറത്തുമാണ്. LDF സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ തന്നെ 6 മണിയോടുകൂടി തന്നെ മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിജയരാഘവൻ. അതേസമയം സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ നഗരം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ക്യാമ്പയിൻ നടത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നഗരത്തിലെത്തും. ഒപ്പം തന്നെ ഇവിടെ നിന്ന് റോഡ് ഷോ ആയി തന്നെയാണ് സ്റ്റേഡിയത്തിന്റെ അകത്തേക്കാണ്, അതായത് പാലക്കാട് കോട്ടയ്ക്ക് എതിർവശമുള്ള സ്റ്റേഡിയത്തിനകത്താണ് ഈ കൊട്ടിക്കലാശമുള്ളത്. ഇവിടേക്കായിരുന്നു എത്തുക. ഇത് കൃത്യം 3 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് ആളുകൾ തിരിക്കും. പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി കളറാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യും. പൊതുവെ പാലക്കാട് അങ്ങനെ വലിയൊരു സംഘർഷത്തിലേക്കൊന്നും ഉണ്ടാവാറില്ല. കോഴിക്കോടിനെയും വടകരയും ഒന്നും അപേക്ഷിച്ച് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും അപേക്ഷിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എങ്കിൽ പോലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹലോ, തീർച്ചയായും തുടരാം. ചിത്രമനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം LDF-ന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ വളരെ അട്ടിമറി വിജയം തന്നെയായിരുന്നു UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് മണ്ഡലം വീണ്ടും തിരിച്ചു പിടിക്കാൻ LDF ഒരു പോളിറ്റ് ബ്യൂറോയെ ഇറക്കിയിരിക്കുന്നു, ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഇറക്കിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. BJP-യും കഴിഞ്ഞ തവണ 2 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ച BJP വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും കൊട്ടിക്കലാശത്തിനുള്ള ഇതെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് കൊട്ടിക്കലാശം നടത്താൻ തന്നെയാണ് പാർട്ടികളുടെ എല്ലാം തന്നെ തീരുമാനം. എന്തായാലും 3 മണിയോടുകൂടി മണ്ണാർക്കാട് നിന്ന് വിജയരാഘവൻ എത്തും. ശ്രീകണ്ഠൻ നഗരത്തിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ C കൃഷ്ണകുമാറും നഗരത്തിൽ തന്നെയുണ്ട്. അതിനുശേഷം നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ആലത്തൂരാണ്. ആലത്തൂരിലെ 3 മണ്ഡലങ്ങളിലും ഇത്തവണ 3 സ്ഥലങ്ങളിലായാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. അതായത് K രാധാകൃഷ്ണൻ, LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K രാധാകൃഷ്ണൻ്റെത് വടക്കാഞ്ചേരിയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ. അതേസമയം സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിൻ്റെത് ഉള്ളത് വടക്കഞ്ചേരിയാണ്, അതായത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള വടക്കഞ്ചേരിയിലാണ്. NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരസുവിൻ്റേത് ചിറ്റൂരാണ് ഉള്ളത്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലായാണ് കൊട്ടിക്കലാശമുള്ളത്. എന്തായാലും ഇവിടെയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് നേരെ കല്ലേറുണ്ടായതും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഞാൻ ഈ ആലത്തൂർ പോയിരുന്നു. ആലത്തൂർ പോയപ്പോൾ തന്നെ അവിടുത്തെ ഒരു ജനങ്ങളുടെ പ്രതികരണമൊക്കെ, ഒപ്പം തന്നെ അവസാന വട്ടത്തെ ഒരു നെട്ടോട്ടം ഉണ്ടല്ലോ സ്ഥാനാർത്ഥികളുടെ. അപ്പോൾ ഇവരുടെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കൃത്യമായി ഇവരോടൊക്കെ ചോദിക്കുകയും ചെയ്തു. അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ്. പാട്ടും പാടി അങ്ങനെ ഇത്തവണ രമ്യ ഹരിദാസിന് ജയിക്കാൻ പറ്റില്ലാത്ത ഒരു സാധ്യത തന്നെയാണ്. കാരണം K രാധാകൃഷ്ണന്റെ ഒരു കടന്നുവരവോടുകൂടി വലിയ വെല്ലുവിളി തന്നെയാണ് UDF-നെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രധാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. ഇടതുമുന്നണി അവർക്ക് സാധ്യമായ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ മത്സരരംഗത്ത് ആദ്യം തന്നെ ഇറക്കി. UDF അതുകൂടി മനസ്സിലാക്കിയുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ രംഗത്തിറക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഇത്രമേൽ കൊഴിപ്പിച്ചത്, ഇത്രമേൽ പ്രവചനാതീതമാക്കിയത് പല ഇടങ്ങളിലും, പല മണ്ഡലങ്ങളിലും. തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിലും ഇത്രയധികം തന്നെ സർപ്രൈസുകൾ ഉണ്ടാകും, ഒപ്പം തന്നെ ആവേശമുണ്ടാകാം. ഏതൊക്കെ തരത്തിലുള്ള രീതിയിലായിരിക്കും ഇത്തവണ? നമുക്കറിയാം ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ പോപ്പപ്പ് ഒക്കെ ഇങ്ങനെ ഉയർത്തിവിടുകയും ഒപ്പം തന്നെ അതൊക്കെ കാണിക്കുകയും ചെയ്യുന്ന ഒരു. എനിക്കിനി ഇതിനെ അധികം നോക്കാൻ പറ്റത്തില്ല. സൂര്യൻ ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനിവിടെ ഇത്രയും
നേരം മിഥുന്റെ ഷെയ്ഡിലാണ് നിന്നത്, വെയിലടിക്കാതെ. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് കൂടി പോയിട്ട് തിരിച്ചെത്താം. പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ പെറ്റ. തിരിച്ചെത്തുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഉൾപ്പെടെ 88 മണ്ഡലങ്ങളിലാണ് ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങൾ. അതിൽ നമുക്കറിയാം, അതായത് രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളുണ്ട്. രണ്ടാം ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും 8 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ് മറ്റന്നാൾ. ഒപ്പം തന്നെ കലാപബാധിത മേഖലയായിട്ടുള്ള മണിപ്പൂർ, അപ്പർ മണിപ്പൂരിലാണ് ഇന്ന് അവിടെ ഇടങ്ങളിൽ വിഷയമാകുന്ന മണിപ്പൂർ എങ്ങനെ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചു എന്നതിന്റെ ഫലം ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും അത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ചില മതമേലധ്യക്ഷന്മാരൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ ചെയ്യാം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്, അതായത് വയനാട്ടിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്നതാണ് കൊട്ടിക്കലാശ ദിവസം വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രാഹുൽ ഇല്ല, പിന്നീട് ഒരിക്കൽ കൂടി വരണമെന്ന് കരുതി, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ രാഹുലിന്റെ അഭാവത്തിൽ പ്രിയങ്ക ഗാന്ധി കളം നിറയും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരും വണ്ടൂരിലുമാണ് ഇന്ന് പ്രിയങ്ക എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവിടെയും NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പ്രചാരണത്തിന്റെ കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ കൂടുതൽ ശക്തി പകർന്നതിന് വേണ്ടി BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമല കൂടി അവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ആവേശമാണ് NDA ക്യാമ്പിൽ അണ്ണാമലയുടെ വരവ് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ അദ്ദേഹം ഉണ്ടാക്കിയ മാജിക് BJPയെ സംബന്ധിച്ച് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ പരമാവധി അവിടെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അണ്ണാമലയുടെ സാന്നിധ്യം കേരളത്തിൽ NDA സ്ഥാനാർത്ഥികൾ ഉറപ്പുവരുത്തുന്നത്. എന്തായാലും അദ്ദേഹം കൂടി അവിടെ എത്തുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമിത്ഷായുടെ വരവാണ്. അത് ശോഭാ സുരേന്ദ്രൻ, അവരുടെ ക്രൗഡ് പുള്ളർ, ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. ആലപ്പുഴയിൽ എന്താണ് ഇത്തവണ ശോഭാജിയുടെ മാജിക് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും അവിടെ അവസാന ഘട്ടത്തിൽ ഈ കൊട്ടിക്കലാശ ദിവസം അമിത്ഷാ എത്തുന്നു എന്നതും ആണ് ഇന്നത്തെ പ്രത്യേകത. എന്തായാലും ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഈ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും, ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ അവിടെ വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഷാഫിയുടെയും ശൈലജ ടീച്ചറിന്റെയും ഒക്കെ ബൈറ്റുകൾ എടുക്കാനും തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ ആരായാനും ഒക്കെ എത്തിയിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ആ നിലയിൽ ശ്രദ്ധേയമാണ് നമ്മുടെ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങൾ. കാരണം പ്രധാനമന്ത്രി തന്നെ ചുക്കാൻ പിടിക്കുകയാണ്. ഇവിടെ വന്ന് എത്ര തവണയാണ് വന്നത്? ഈ ഒരു 2024 തന്നെ ഏകദേശം 7 തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയത്. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJPയുടെ സംസ്ഥാനത്തെ ഒരു പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വീണ്ടും ഒരു ഇടവേള അനിവാര്യം തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. മറ്റു വാർത്തകൾ നോക്കാം. സ്വാഗതം വീണ്ടും. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശം 2 മണി മുതൽ ഈ മുറ്റം മണിക്കൂറുകൾക്കകം നിറയും. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറയും. ഇവിടെ ആഘോഷമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ പൂരത്തിന്റെ മറ്റൊരു പതിപ്പായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് സ്ഥാനാർത്ഥികളെ കൂടി ഓടിപ്പിടിച്ച് കാണേണ്ടതുണ്ട്. അവരുടെ അവസാനവട്ട പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർണ്ണമാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അദ്ദേഹം പറയുന്നത്, അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതായും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും സഞ്ജയ് കുമാർ അതെ. എന്തായാലും വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പരാതികൾ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നതാണ്. അതിനോട് അടിസ്ഥാനവുമില്ല. എന്തായാലും വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രശ്നബാധിത മേഖലകളിലൊക്കെ തന്നെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിക്കുകയും രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന ഉറപ്പാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ നൽകുന്നത്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് സംസ്ഥാനത്തേത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ നമ്മോട് സംസാരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ നമ്മോടൊപ്പം ചേരുന്നു. സർ, എന്താണ് ഈ അവസാനവട്ടം ഒരുക്കങ്ങളാണ്, എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? നമ്മൾ കഴിഞ്ഞ 6 മാസത്തിന് പ്രിപ്പറേഷൻസാണ്. 26-ാം തീയതി
25,229 ബൂത്തിലേക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും റെഡിയാണ്. വോട്ടിംഗ് മെഷീൻസ് എല്ലാം കമ്മീഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വോട്ടിംഗ് ബൂത്തിലേക്ക് പോകാൻ വോട്ടിംഗ് മെഷീൻസ് റെഡിയാണ്. പോസ്റ്റൽ ബാലറ്റ്സിൻ്റെ പ്രോസസ്സ് തീരാറായി. 4 പോസ്റ്റൽ പോളിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. ഈ വോട്ടിംഗ് കഴിയും. 25-ാം തീയതി പോളിംഗ് പാർട്ടീസ് ഫൈനലാക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും. 25-ാം തീയതി വൈകുന്നേരം ബൈ മിഡ് നൈറ്റ് പോളിംഗ് പാർട്ടീസ് എല്ലാം ബൂത്തിലേക്ക് എത്തും. സോ വി ആർ ടോട്ടലി പ്രിപ്പയർഡ്. പോലീസ് ഫോഴ്സസിൻ്റെ ഡിപ്ലോയ്മെൻ്റ് ആയിട്ടുണ്ട്. ബന്ദോബസ്ത് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ റെഡിയാണ്. ഒരുപാട് വീറും വാശിയൊക്കെയുള്ള തിരഞ്ഞെടുപ്പാണ്. വലിയ ശക്തമായ പ്രചരണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാവുന്ന ചില ബൂത്തുകളുമുണ്ട്. അവിടെയുള്ള പ്രിപ്പറേഷൻസൊക്കെ പുറത്തുനിന്നുള്ള കേന്ദ്രസേന അടക്കം വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഈ പ്രാവശ്യം നമുക്ക് 62 കമ്പനീസ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1,700 ക്രിട്ടിക്കൽ സെൻസിറ്റീവ് ബൂത്ത്സ് ഉണ്ട്. അവിടെ പോളിംഗ് ബൂത്ത്സ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ് കമ്പൗണ്ടിൽ വെബ് ക്യാം ഉണ്ട്. ഇൻഫാക്ട് ഔട്ട് ഓഫ് 25,000 23,000 ബൂത്ത്സിൽ വെബ് ക്യാം ഉണ്ട്. ലൈവ് വെബ് കാസ്റ്റിംഗ് ഉണ്ടാവും പോളിംഗ് ഡേയിൽ. ക്രിട്ടിക്കൽ സെൻസിറ്റീവ് ബൂത്ത്സിൻ്റെ വെബ് കാസ്റ്റിംഗ് മാത്രമേ അല്ല, മൈക്രോ ഒബ്സർവേഴ്സ് ഉണ്ടാവും. മൈക്രോ ഒബ്സർവേഴ്സ് ഇവർ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ കൂടെ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ടീംസ് ഉണ്ടാവും. സോ ക്രിട്ടിക്കൽ സെൻസിറ്റീവ് ബൂത്ത്സിൽ വളരെ ശക്തമായിട്ട് നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കും, വിജിലുണ്ടായിരിക്കും. ഈ മറ്റു അത് തന്നെയാണ് സജയ് ഗോൾ വ്യക്തമാക്കിയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടങ്ങളിലും പൂർണ്ണമായി വരുന്നു. ഏറ്റവും അവസാന മണിക്കൂറുകളിലെ ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികൾ. എന്തായാലും നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ ഇവിടേക്ക് തിരിച്ചെത്തണം. ഇവിടെ ഒരു വലിയ ജനസഞ്ചയത്തിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂരത്തിന്റെ മറ്റൊരു പൂരം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. എല്ലായിടങ്ങളിൽ നിന്നും കാഴ്ചകളുണ്ട്. കൊട്ടിക്കലാശം സംസ്ഥാനത്ത് ഇന്നാണെങ്കിൽ നമ്മൾ ഇലക്ഷൻ പൂരം തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഈ പൂരം ന്യൂസ് 18 കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒട്ടും കാത്തിരിക്കേണ്ടി വരത്തില്ല. അടുത്ത മണിക്കൂറുകളിലൊക്കെ അവസാനവട്ട പ്രചരണത്തിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട പ്രതീക്ഷകൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തും. ഏറ്റവും അവസാനം വർണ്ണാഭമായ കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് ന്യൂസ് 18 കൊണ്ടുതരും. എല്ലാ ഇടങ്ങളിലും ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടർമാരും സജ്ജമാണ്. ഞങ്ങളും ഇവിടെ സജ്ജമാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി. എന്തായാലും മോർണിംഗ് വൈബ്സ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സൂര്യൻ ഇങ്ങനെ നമ്മളെ വെയിലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഒന്നിൽ പോലും ലീഗ്